നമസ്കാരം, കളിക്കളത്തിലേക്ക് സ്വാഗതം. കായിക ലോകത്ത് ഇന്ത്യയുടെ ചരിത്രപ്രധാനമായ രണ്ട് നേട്ടങ്ങളോടെയാണ് ഈ വാരം കടന്നു പോകുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര നേടിയതും AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ തായ്ലൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചതും ആവേശത്തോടെയാണ് കായിക ലോകം ഏറ്റെടുത്തത്. ഏഷ്യൻ രാജ്യങ്ങളുടെ ബാലികേറ മലയായ ഓസ്ട്രേലിയയിൽ 4 മത്സരങ്ങളടങ്ങിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയത്. സിഡ്നിയിൽ നടന്ന 4ാം മത്സരം മഴയും വെളിച്ചക്കുറവും മൂലം സമനിലയിൽ കലാശിച്ചതോടെയാണ് ചരിത്ര നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയത്. അഡ്ലേഡിൽ നടന്ന ആദ്യ മത്സരത്തിൽ 31 റൺസിന് ഇന്ത്യ ജയിച്ചപ്പോൾ പെർത്തിൽ നടന്ന 2ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ 146 റൺസിന് ഇന്ത്യയെ വീഴ്ത്തി. മെൽബണിൽ നടന്ന 3ാം ടെസ്റ്റിൽ 137 റൺസിന്റെ വിജയം നേടിയതാണ് ഇന്ത്യയെ പരമ്പര നേട്ടത്തിലേക്ക് എത്തിച്ചത്. ടൂർണമെന്റിലുടനീളം തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ചേതേശ്വർ പൂജാരയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. സിഡ്നിയിൽ 373 പന്തുകൾ നേരിട്ട് 22 ബൗണ്ടറികൾ ഉൾപ്പെടെ 193 റൺസാണ് പൂജാര അടിച്ചെടുത്തത്. ടൂർണമെന്റിൽ 3 സെഞ്ചുറി ഉൾപ്പെടെ 84.83 ശരാശരിയിൽ 521 റൺസും സ്വന്തമാക്കിയ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പുത്തൻ വൻമതിൽ താനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ബൗളർമാരുടെ പ്രകടനവും ഇന്ത്യയുടെ പരമ്പര നേട്ടത്തിൽ നിർണായകമായി. ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറ 21 വിക്കറ്റുകളുമായി ഇന്ത്യൻ നിരയിൽ മുന്നിട്ട് നിന്നപ്പോൾ മുഹമ്മദ് ഷമി 16 വിക്കറ്റും പോക്കറ്റിലാക്കി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഇതിഹാസങ്ങൾ പോലും മുട്ടുമടക്കിയ മണ്ണിൽ ഇന്ത്യയുടെ വീരനായകനായി കോഹ്ലി വീണ്ടും വാഴ്ത്തപ്പെട്ടു. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന ബഹുമതിയാണ് കോഹ്ലി സ്വന്തം പേരിൽ എഴുതിയത്. 28 ഏഷ്യൻ ക്യാപ്റ്റന്മാർ തോറ്റോടിയ മണ്ണിലാണ് കിങ് കോഹ്ലിയുടെ ചരിത്ര നേട്ടം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും വാരമായിരുന്നു ഇത്. ഏഷ്യൻ കപ്പിൽ തായ്ലൻഡിനെ 1-4 ഗോളിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. പ്രകടന മികവേറെയുള്ള തായ് സംഘത്തിന്റെ അന്തകനായത് നായകൻ ഛേത്രിയുടെ മികവാണ്. ഇരട്ട ഗോളോടെ ഛേത്രി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അനിരുദ്ധ താപ്പ, ജെ ലാൽ പെഖുല എന്നിവരും ഇന്ത്യക്കായി വലകുലുക്കി. ഇരട്ട ഗോൾ നേട്ടത്തോടെ അർജന്റീനയുടെ ലയണൽ മെസ്സിയെ ഛേത്രി മറികടന്നു. നിലവിൽ കളിക്കുന്ന താരങ്ങളിൽ 67 ഗോളോടെ ഛേത്രി 2ാം സ്ഥാനത്തും 65 ഗോളുള്ള മെസ്സി 3ാം സ്ഥാനത്തുമാണ്. 85 ഗോളുള്ള പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകളും ഈ ആഴ്ച പുറത്തു വന്നു. ടീമിലെ മുഖ്യതാരങ്ങളായ CK വിനീതും സന്ദേശ് ജിങ്കനും ക്ലബ്ബ് വിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ക്ലബ്ബ് വൃത്തങ്ങൾ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ജിങ്കൻ ATKയിലേക്കും വിനീത് ചെന്നൈയിലേക്കുമാണ് കൂടുമാറുന്നത്. ഐ ലീഗിൽ ഗോകുലം കേരള FCക്കും മികച്ച വാരമായിരുന്നില്ല. ലീഗിൽ ഹാട്രിക് തോൽവി ടീമിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാന മത്സരത്തിൽ ചെന്നൈ സിറ്റിയോട് 3-2 തോറ്റ ഗോകുലം നിലവിൽ 8ാം സ്ഥാനത്താണ്. ക്ലബ്ബ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് കഴിഞ്ഞ വാരം സാക്ഷിയായത്. ജോസ് മൗറിഞ്ഞോയ്ക്ക് പകരക്കാരനെത്തിയ ഒലെ ഗുണർ സോൾഷെയറിന് കീഴിൽ യുണൈറ്റഡ് ആരാധകരെ ത്രസിപ്പിച്ചു. അദ്ദേഹത്തിന് കീഴിൽ കളിച്ച ആദ്യ മത്സരത്തിൽ കാർഡിഫ് സിറ്റിയെ 1-5 ഗോളിനാണ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. 2013 യുണൈറ്റഡിന്റെ ഇതിഹാസ പരിശീലകനായിരുന്ന അലക്സ് ഫെർഗൂസന്റെ വിടവാങ്ങൽ മത്സരത്തിന് ശേഷം ആദ്യമായാണ് പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് 5 ഗോൾ നേടുന്നത്. ആരാധകർ കാത്തിരുന്ന ചില പ്രധാന മത്സരങ്ങളും ഈ ആഴ്ചയിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ പോരാട്ടം. 2 പ്രമുഖ ടീമുകൾ തമ്മിലുള്ള മത്സരം എന്നതിലുപരിയായി വിഖ്യാത പരിശീലകരായ യർഗൻ ക്ലോപ്പും പെപ് ഗാർഡിയോളയും നേർക്കുനേർ എത്തുന്നു എന്ന സവിശേഷതയും മത്സരത്തിനുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2-1 സിറ്റി ലിവർപൂളിനെ തോൽപ്പിച്ചു. ഈ സീസണിൽ തോൽവി അറിയാതെ മുന്നേറുകയായിരുന്ന ലിവർപൂളിന്റെ വിജയകുതിപ്പിന് സിറ്റി അന്ത്യം കുറിച്ചതും ആരാധകരെ ആവേശം കൊള്ളിച്ചു. ഈ ആഴ്ച പ്രീമിയർ ലീഗിന്റെ തലപ്പത്ത് 54 പോയിന്റുള്ള ലിവർപൂളാണുള്ളത്. 50 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി 2ാം സ്ഥാനത്തും 48 പോയിന്റുള്ള ടോട്ടനം 3ാം സ്ഥാനത്തും 44 പോയിന്റുള്ള ചെൽസി 4ാം സ്ഥാനത്തുമുണ്ട്. ലാ ലിഗയിൽ റയലിന് കാലിടറുന്ന കാഴ്ചയാണ് കണ്ടത്. റയൽ സോസിഡാഡിനോട് എതിരില്ലാത്ത 2 ഗോളിനാണ് പരാജയം രുചിച്ചത്. അതേസമയം മുഖ്യ എതിരാളികളായ ബാഴ്സലോണ ജയം തുടരുകയാണ്. ഗതാഫയെ അവരുടെ തട്ടകത്തിൽ 1-2 ഗോളിനാണ് ബാഴ്സ മുട്ടുകുത്തിച്ചത്. 40 പോയിന്റുള്ള ബാഴ്സലോണയാണ് ലീഗിൽ തലപ്പത്ത്. ടെന്നീസിൽ ഇതിഹാസ താരങ്ങളായ റോജർ ഫെഡററും സെറീന വില്യംസും ആദ്യമായി പരസ്പരം ഏറ്റുമുട്ടിയ മത്സരത്തിനും ഈ ആഴ്ച സാക്ഷ്യം വഹിച്ചു. ഹോപ്പ്മൗണ്ട് കപ്പ് ടെന്നീസ് ടൂർണമെന്റിന്റെ മിക്സഡ് ഡബിൾസിലാണ് ഇരുവരും മത്സരിച്ചത്. ഇതിഹാസ പോരാട്ടത്തിൽ ഫെഡറർ ബെലിൻഡ സഖ്യം വിജയിച്ചു.
വംശീയ അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകളിൽ ഇടം പിടിച്ച താരമാണ് സെനഗലിന്റെ കാലിദോ കൗലിബാലി. നെപ്പോളിക്ക് വേണ്ടി ഇന്റർ മിലാനിനെതിരെ കളിക്കവേ ആരാധകരിൽ നിന്ന് വംശീയ അധിക്ഷേപം നേരിട്ട താരത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോയടക്കമുള്ള മുതിർന്ന ഫുട്ബോൾ താരങ്ങൾ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ പോയ വർഷത്തെ മികച്ച സെനഗൽ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരത്തിന് കൗലിബാലി അർഹനായി. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി.